ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഓർഡറാണ്. ഒരു ഹാഫ് KG റെഡ് വെൽവെറ്റ് കേക്കും ബാക്കി എല്ലാം ഒരു കേക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഹാഫ് KG, 1/2 കിലോ, 3/4 കിലോ വരുന്ന ഒരു കേക്ക് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ എന്ത് തീമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂ ഇയറിന് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് തലേന്ന് ദിവസം ചെയ്തിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ബാക്കി സാധനങ്ങൾ നമ്മൾ കൂടുതലിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ കേക്കിനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും പിന്നെ പ്രളയനും ഒക്കെയാണ് കൊടുത്തത് കേട്ടോ. 3 ബട്ടർ സ്കോച്ച് കേക്കും ഒരു ഹാഫ് KG റെഡ് വെൽവെറ്റ് കേക്കുമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതിന് മുമ്പൊക്കെ ചെയ്തിട്ടുള്ള കേക്കുകളൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഞാൻ ഏത് ബീറ്ററാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ആമിയോണിൻ്റെ സ്റ്റാൻഡ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതൊരു 5.5 ലിറ്ററാണ് കേട്ടോ. നമ്മൾ 1 ലിറ്ററിൻ്റെ ക്രീം, 3 കിലോ ബാറ്റർ ഒരുമിച്ചടിക്കാൻ പറ്റും, കേക്കിനുള്ള സ്പഞ്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ബോർഡ് പോയി, വീണ്ടും പോയി. അങ്ങനെ അത് പണിയായിട്ടിരിക്കുന്നു. എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബീറ്ററുണ്ട്, അതിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ക്രീമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ പ്രസ്റ്റീജിൻ്റെ ചാമ്പ്യനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മറന്നുപോകാതെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബീറ്ററിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വെച്ചത് കേട്ടോ ബോട്ടിൽ. ഈ ചാമ്പ്യനാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് തീമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് കളറോ ഒരുപാട് ക്രീമുകളോ എടുത്ത് പാഴിക്കളയാതെ എല്ലാം ഒറ്റ കളറിൽ തന്നെ റെഡ് കളർ കേട്ടോ, ചെറിയൊരു ഡ്രോപ്പ് റെഡ് കളർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടിയേ. എന്നിട്ട് കുറച്ച് ഗ്രീനും കൂടെ ആക്കിയിട്ട് 3 കേക്കിലും 3 ഡിസൈനാണ് കൊടുത്തത് കേട്ടോ. ഈ ഒറ്റ ക്രീം കൊണ്ട് തന്നെയാണ് നമ്മൾ 3 കേക്കും ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്ക് കസ്റ്റമൈസ്ഡ് ആയിരുന്നു കേട്ടോ. അത് ന്യൂ ഇയറിനല്ല, അല്ലാതെ ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ. അത് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഹാർട്ട് കട്ട് ചെയ്ത് വെച്ച് ഹാപ്പി ആനിവേഴ്സറി അച്ചാമ്മ എന്നുള്ളത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അതങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ പിക്ക് ലാസ്റ്റ് കൊടുക്കാവേ. അങ്ങനെ 3 കേക്കിലും 3 ടൈപ്പ് ഫ്ലവറാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഹാപ്പി ന്യൂ ഇയറിൻ്റെ സ്റ്റിക്കർ എടുത്തതുണ്ടായിരുന്നു കേട്ടോ. അതും കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ന്യൂ ഇയറിൻ്റെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങളെ വിശേഷം എന്തൊക്കെയാണ്? നിങ്ങൾക്കൊക്കെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നോ? നല്ല ഓർഡറൊക്കെ ഉണ്ടായിരുന്നോ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ? എനിക്ക് ക്രിസ്മസിന് ഓർഡറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ ക്രിസ്മസിന് അങ്ങനെ കേക്കുകളൊന്നും ആരും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.